നമസ്കാരം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമ സ്ഥിതി ചെയ്യുന്ന ആഴിമല ക്ഷേത്രത്തിലാണ്. ശൈവഭക്തരോടൊപ്പം വിനോദസഞ്ചാരികളും കൂടുതലായി എത്തുന്ന ആഴിമല ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലാണ് ആഴിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം ഒരു 20 കിലോമീറ്റർ അകലെയായിട്ട് വിഴിഞ്ഞം പൂവാർ റൂട്ടിൽ ആഴിമല ജംഗ്ഷനിൽ നിന്നും 1/2 കിലോമീറ്റർ ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത്. പുളിങ്കുടി ആഴിമല ശിവക്ഷേത്ര ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 6 വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇതുപോലൊരു ശില്പം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ക്ഷേത്രത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. തൊട്ടടുത്തായിട്ട് ഒരു ഗണപതി പ്രതിഷ്ഠ കൂടെയുണ്ട്. ഒരുപാട് കൊത്തുപണികളും ചുവർച്ചിത്രങ്ങളും ശില്പങ്ങളും കൊണ്ട് ക്ഷേത്രത്തിൻ്റെ മുൻവശവും ഉൾഭാഗവും സൈഡ് വശവും ഒക്കെ മനോഹരമാക്കിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട കഥകൾ ഈ ക്ഷേത്രത്തിനുണ്ട്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയതിന് ശേഷം ഇവിടെ എത്തിയെന്നും ഇവിടുത്തെ ജീവൽ സമാധിയെക്കുറിച്ച് പ്രദേശവാസികളോട് വിശദീകരിച്ചെന്നും ഇവിടെ ഒരു ക്ഷേത്രം പണിയണമെന്ന് അവരോട് ആവശ്യപ്പെട്ടും ചെയ്തുവെന്നാണ്. അതുപ്രകാരം ഇവിടെ ഈ ക്ഷേത്രം നിർമ്മിച്ചുവെന്നാണ് വിശ്വാസം. കടലിൻ്റെയും പാറക്കൂട്ടങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഗംഗാദേശര രൂപത്തിലുള്ള പരമശിവൻ്റെ 58 അടി ഉയരമുള്ള ശില്പമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ശിവക്ഷേത്രങ്ങളുള്ളതിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയ ഗംഗാദേശര രൂപമാണിത്. ജടയഴിച്ച് ഗംഗാദേവിയെ തലയിലേറ്റി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന രീതിയിലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ശിവൻ പാറയിലിരിക്കുന്ന രീതിയിലാണ് ഇത് പണികഴിപ്പിച്ചിരിക്കുന്നത്. ഈ ശിവരൂപത്തിന് 4 കൈകൾ ഉണ്ട്. ഇതിൽ ഒരു കൈ തൃശൂലം മുറുക്കെ പിടിച്ചിരിക്കുന്നു, മറ്റൊരു കൈ ജടയിൽ ചൂടിയ നിലയിലാണ്. വലം കൈകളിൽ ഒന്നിലെ ഉടുക്കും മറ്റൊരു കൈ തുടയിൽ വിശ്രമിക്കുന്ന രീതിയിലുമാണ് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ജട അഴിച്ചിട്ട രൂപത്തിൽ മുഖം തെല്ലൊന്ന് ഉയർത്തിയ നിലയിലാണ് ഇതുള്ളത്. ജടയിൽ ഗംഗാദേവിയെ കുടിയിരുത്തിയിരിക്കുന്നതും കാണാൻ പറ്റുന്നുണ്ട്. കഴുത്തിൽ നാഗത്തെ കൂടാതെ രുദ്രാക്ഷമാലയും അണിഞ്ഞിട്ടുണ്ട്. ശില്പകലയിൽ ബിരുദം നേടിയ PS ദേവദത്തൻ എന്ന ആളാണ് ഇതിൻ്റെ ശില്പി. ബിരുദാനന്തര പഠനത്തോടൊപ്പമാണ് ശില്പത്തിൻ്റെ നിർമ്മാണം ഇദ്ദേഹം പൂർത്തിയാക്കിയത്. ആഴിമലക്കടലിൻ്റെ സ്വാഭാവിക പ്രകൃതി സൗന്ദര്യത്തിന് കോട്ടം വരാത്ത രീതിയിലാണ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. കടൽക്കരയിൽ നിന്ന് ഏകദേശം 20 അടി ഉയരത്തിലുള്ള പാറക്കെട്ടിലാണിത് സ്ഥാപിച്ചിരിക്കുന്നത്. കാറ്റിനെയും തിരമാലയടിക്കുമ്പോഴുണ്ടാകുന്ന ഉപ്പ് കലർന്ന അന്തരീക്ഷ തീർപ്പത്തെയും ചെറുക്കാൻ ഉള്ള തരത്തിലാണ് ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലൊരു ധ്യാന മണ്ഡപമുണ്ട്. ഗംഗാദേശര പ്രതിമയുടെ താഴ്വശത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരു ഗുഹയിലേക്ക് കയറുന്ന സമാനമായ രീതിയിലാണ് ഇതിലേക്ക് കയറുമ്പോൾ ഒരു ഗുഹ അന്തരീക്ഷം ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 3500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് ഇതുള്ളത്. ഏകദേശം 300 പേർക്ക് ഒരേ സമയം ഇവിടെ കയറിയിരിക്കാമെന്നുള്ള രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. 27 പടികളുണ്ട് ഇതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി. 27 പടികൾ ഇറങ്ങി വേണം ഈ ഗുഹ ധ്യാന മണ്ഡപത്തിലേക്ക് എത്തിച്ചേരാനായിട്ട്. ഈ ധ്യാനമണ്ഡപത്തിൽ കൊത്തുപണികളും ചിത്രപ്പണികളും കൂടാതെ ശിവൻ്റെ 9 നൃത്തരൂപങ്ങൾ കൂടി കൊത്തിവെക്കുന്ന പണികൾ പുരോഗമിക്കുകയാണ്. ശിവൻ്റെ അപൂർവമായ ശയനരൂപവും അർദ്ധനാരീശ്വര രൂപവും ഇവിടുത്തെ ചുവരുകളിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ മറ്റു ക്ഷേത്രങ്ങളിൽ കാണുന്നതിനേക്കാൾ വലുതാണ് ഇവിടുത്തെ ശിവൻ്റെ ശയനരൂപം എന്നുള്ളതൊരു പ്രത്യേകതയാണ്. മഹാഭാരതവുമായി ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ട്. പാണ്ഡവർ അജ്ഞാതവാസ കാലഘട്ടത്തിൽ ഇതുവഴി കടന്നു പോവുകയുണ്ടായി. അപ്പോൾ ഇവിടെ ഒരു ജീവൽ സമാധി കാണുകയും
അവിടെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. അതിനുശേഷം അഭിഷേകം ചെയ്യാൻ വേണ്ടി വെള്ളം നോക്കിയപ്പം വെള്ളം കിട്ടുന്നില്ല. ഇവിടെ ഉപ്പുവെള്ളം മാത്രം ലഭ്യമായ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഭീമസേനൻ തൻ്റെ കൈമുട്ടുകൊണ്ട് പാറയിൽ ഇടിക്കുകയും പാറയിൽ വിള്ളലുണ്ടായി അതിൽ നിന്നും ജലം പുറത്തേക്ക് വരികയും ചെയ്തു എന്നാണ് വിശ്വാസം. ഈ ജലമാണ് പാണ്ഡവ തീർത്ഥം എന്നറിയപ്പെടുന്നത്. ഇതിന് കിണ്ണിക്കുഴി എന്നും പറയുന്നുണ്ട്. ഇതിൽ നിന്ന് ലഭിക്കുന്ന ജലം മാറാ രോഗങ്ങൾക്കുള്ള സിദ്ധൌഷധമായി ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ ഇത് ക്ഷേത്ര ആവശ്യങ്ങൾക്ക് പൂജയ്ക്കും മറ്റും ഈ ജലം ഉപയോഗിച്ചിരുന്നു. കടൽ തീരമാണെങ്കിലും ക്ഷേത്രത്തിലെ കിണറ്റിലെ ഉപ്പുരസമില്ല എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ക്ഷേത്രത്തിന് താഴ്ഭാഗത്തായിട്ട് പാർക്കിംഗ് സൗകര്യമുണ്ട്. പാർക്കിങ്ങിലേക്ക് പോകുന്നതിന് ഇടതുവശത്തായിട്ട് ചില പ്രതിഷ്ഠകളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഈ കാണുന്ന രീതിയിലുള്ള പ്രതിഷ്ഠകളും ഒരു ആൽമരവും ഒക്കെയാണ് ആ ഭാഗത്തായിട്ട് ഉള്ളത്. ഇപ്പോൾ ആ തെങ്ങിൻ്റെ ഇടവഴി ചെറുതായിട്ട് കണ്ട ഭാഗമാണ് വിഴിഞ്ഞം തുറമുഖം. തുറമുഖത്തിൻ്റെ പണികളൊക്കെ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തായിട്ട് നമുക്ക് അവിടെ ഒരു കപ്പൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഭാഗത്തെ കടലിന് വളരെ താഴ്ച കൂടിയ ഭാഗമാണിത്. ഇത് പാറയിലൊക്കെ കയറുന്നത് വളരെ സൂക്ഷിച്ച് വേണം. അപകട സാധ്യത കൂടുതലുള്ള ഒരു സ്ഥലമാണ്. ഈ ബീച്ചിൽ നിന്ന് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ വീണ്ടും കുറച്ച് പാറക്കൂട്ടങ്ങളും മണൽപ്പരപ്പും ഒക്കെ തന്നെയാണുള്ളത്. കുറച്ചും അങ്ങോട്ട് നീങ്ങി പോകുമ്പോഴേക്കും കുറേ ബിൽഡിങ്ങുകളും ചെറിയ ഹട്ടുകളും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ കുറേ റിസോർട്ടുകളൊക്കെ ഉണ്ട്. ഈ റിസോർട്ടിൻ്റെ ഭാഗമായ ബിൽഡിങ്ങുകളൊക്കെയാണുള്ളത്. പിന്നീട് അങ്ങോട്ട് ബീച്ചങ്ങ് നീണ്ടു കിടക്കുകയാണ്. ഒരുപാട് ദൂരം ബീച്ചുകളുണ്ട്. ഇത്രയുമാണ് ആഴിമല ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ വീണ്ടും ലഭിക്കുവാനായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.